ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആണ്. നമ്മൾ സ്റ്റിച്ചിങ്ങോ കട്ടിങ്ങോ അങ്ങനെയൊന്നുമല്ല, നല്ല അടിപൊളി സ്ഥലം. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത നല്ല ഒരു ഭംഗിയുള്ള സ്ഥലം എല്ലാം ഉണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് വാങ്ങുകയാണെങ്കിൽ വാങ്ങാം, കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കണ്ട് ആസ്വദിക്കാനാണെങ്കിൽ അങ്ങനെ എല്ലാത്തിനും പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഏതാണെന്ന് മനസ്സിലായോ? നമ്മുടെ തൃശ്ശൂരിലുള്ള ശോഭ സിറ്റി. നല്ല ഭംഗിയാണ് കാണാൻ. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ? നമ്മൾ ഏകദേശം വെക്കേഷനിൽ 1-2 ദിവസം നമുക്ക് ലീവ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഞാൻ പറഞ്ഞല്ലോ, 1 ദിവസം 2 ദിവസം വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസമാണ് നമുക്ക് ലീവുള്ളൂ. അതിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പോയ സ്ഥലത്തിൻ്റെ. ഇത് രണ്ടാമത്തെ ഒരു വീഡിയോ. നമ്മൾ ഗുരുവായൂർ പോയി വരുന്ന വഴിയിലാണ് നമ്മൾ ഇവിടെ കയറിയത്. ആദ്യമായിട്ടാണ് നമ്മളിവിടെ പോണത്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു ഇങ്ങനെ പോവും, എന്ത് പോകും എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നവും ഇല്ല. അവിടെ പോകുമ്പോൾ ഓരോ ആൾക്കാരും ഓരോ വഴി നിന്നിട്ട് നമുക്ക് ഇന്ന സൈഡ് എന്നുള്ളവർ പറഞ്ഞു തരും. ഏകദേശം നമ്മൾ പോകുമ്പോൾ അവർക്ക് അറിയാം, ഏകദേശം ഷോപ്പിങ്ങിന് പോകുമ്പോൾ ആ ഒരു ലെവൽ അവരെ അറിയാം. അപ്പോൾ വണ്ടി ഈ വഴിക്ക് ആ വഴിക്ക് അവർ പറഞ്ഞു തരും. ആ വഴി നമ്മൾ പോയാൽ മതി. നല്ല പോണ സമയത്തൊക്കെ ഒരു പേടി, ഇനിയിപ്പോൾ എങ്ങനെയാണ് പോവുക, ഏതാണെന്നൊക്കെ ഒരു ആദ്യമായിട്ടാണ് പോകണത്. അതിൻ്റെതായ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിപ്പുണ്ടല്ലോ, ഏതോ ഒരു സ്വർഗത്ത് പോണ മാതിരി നല്ല ഒരു സ്ഥലം. നമുക്ക് അപ്പുറത്തൊക്കെ അതിൻ്റെ ഫ്ലാറ്റും കാര്യങ്ങളും അങ്ങനെ കുറേ വീടുകൾ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ നമ്മൾ പോണത് ഈ ഷോപ്പിങ്ങിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് കേട്ടോ കയറുന്നത്. കണ്ടോ എന്ത് ഭംഗി! കയറി പോകണം, അവിടത്തുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ പോവുകയാണേ. നമ്മളങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നമ്മളെ സഹായിക്കാൻ അവിടെ നിന്ന് ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞു തരും എവിടെ നിർത്താൻ, നമ്മുടെ വണ്ടി എവിടെ പാർക്ക് ചെയ്യണമെന്നുള്ള അവർ പറഞ്ഞു തരും. നമ്മളോട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി അവർ പറഞ്ഞു തരും. ആ ടോക്കനോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ പോയി പാർക്ക് ചെയ്യുക വണ്ടി. എന്ത് ഭംഗിയല്ലേ കാണാൻ! നമ്മളെവിടെ വണ്ടി നിർത്തണം എല്ലാവരും പറഞ്ഞു തരും. നമ്മളവിടെ വണ്ടി നിർത്തുക. കണ്ടോ വണ്ടി നിർത്തുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? അവർ നിർത്തി നമ്മൾ ഓക്കെ ആയ ശേഷം അവർ പോകുള്ളൂ. അതുവരെ അവൻ്റെ ഒരു അവിടെ വർക്ക് ചെയ്യണ ഒരു ചേച്ചി നമ്മുടെ കൂടെ, ചേച്ചിയോ ആരോ ആയിക്കോട്ടെ, ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ പോണ്ട അവിടെ ലിഫ്റ്റിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ. നമ്മൾ കയറി ചെല്ലണം. അവിടെ എന്ത് ഭംഗിയെന്ന് പറയുക കാണാൻ! അത്രയും നല്ല അതിമനോഹരമായ സ്ഥലം. ഭയങ്കര വൃത്തി, നീറ്റ് എല്ലാം ഉണ്ട്. ഇത് ചോക്ലേറ്റിൻ്റെ ആ ഒരു ഇതാണ്. ഏത് തരം എന്ത് വേണമെങ്കിൽ വെറൈറ്റി എല്ലാം ഉണ്ട്. നല്ല നല്ല സാധനങ്ങളുണ്ട് കേട്ടോ. അധികം പറയുന്നില്ല, നമുക്ക് ഇങ്ങനെ കണ്ടുപോവാം. നമ്മുടെ മേക്കപ്പ് സെറ്റുകൾ കണ്ടോ, നമ്മുടെ മാവേലി. എന്ത് ചന്താന്നറിയോ, ഓരോ കാര്യങ്ങളും ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയിലാണ്. നമുക്ക് ഷർട്ടുകൾ, ടീഷർട്ട് അങ്ങനെയുള്ള ഐറ്റംസുകൾ. എല്ലാം കാണുമ്പോൾ തന്നെ അറിയാലോ, ഞാൻ പറയണ്ടല്ലോ എന്താ സാധനങ്ങളെന്നൊക്കെ. എല്ലാം മുകളിൽ ബോർഡ് ഉണ്ട്, താഴെ ഐറ്റംസുകളുണ്ട്. എല്ലാം സൂപ്പറായിട്ട് നമ്മൾ അടുക്കി പെറുക്കി നല്ല ഭംഗിയിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പൊടിയോ അണുക്കളോ ഒന്നുമില്ല, എല്ലാം അടിപൊളി സൂപ്പർ ക്ലീനിങ്ങും എല്ലാം. ചെരുപ്പുകൾ കണ്ടോ, ചെരുപ്പുകൾ, ഡ്രസ്സ്, ചുരിദാർ, ടോപ്പുകൾ എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ഒന്നുണ്ട് ഒന്നില്ല ഒന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ കയറി എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ആവശ്യമാണോ അതെല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പുറമേ പോയിട്ട് ഓരോ കടയിൽ പോയി ചോദിച്ച് വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിച്ച സാധനം കിട്ടില്ല. പക്ഷേ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചതിനും അപ്പുറം നല്ല നല്ല സാധനങ്ങൾ നമുക്ക് കിട്ടും.
നമ്മളൊരു പുതിയ വീടൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വീട്ടിലേക്ക് വേണ്ട ഐറ്റംസുകൾ, നമ്മൾ പൂജാ സാധനങ്ങൾ എല്ലാം, കുങ്കുമച്ചെപ്പ്, ഇനി എന്താ പറയുക, ഇന്നതൊന്നുമില്ല, എല്ലാ സാധനവും നമുക്ക് ഇവിടെ കിട്ടും. പക്ഷെ നമ്മൾ ചെറിയ കടകളിൽ പോയി കഴിഞ്ഞാൽ, നമ്മൾ ടൗണിൽ തന്നെ കടകളിൽ പോയി കഴിഞ്ഞാലും നമ്മൾ ചിലപ്പോൾ ഒരു സാധനം എടുത്താൽ വേറെ സാധനം നമ്മൾ എടുക്കാൻ വേറെ എവിടേക്കെങ്കിലും പോകേണ്ടി, വേറൊരു കടയ്ക്ക് പോകേണ്ടി വരും. പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കണ്ടോ, ഇത്രയും ഭംഗിയുള്ള സാധനങ്ങൾ ഞാൻ ഇതേമാതിരി വെച്ചിട്ട് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ പാലക്കാടുകാരിയാണ്, അതിൻ്റേതായ പരിമിതികളുണ്ടാവും, എന്നാലും പറയണേ. നമുക്ക് കയറാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിലൊന്നും പ്രശ്നമില്ല. ഇവിടെ നമ്മളൊന്നും വാങ്ങിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കണ്ടുപോകാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാം. ചോക്ലേറ്റുകൾ, എന്ത് ഭംഗിയാണെന്നറിയോ ഇതെല്ലാം കാണാൻ. ഇവിടെ തന്നെ അവരുടെ ഒരു സ്റ്റാഫ് ഉണ്ടാവും. നമ്മൾ എന്ത് സാധനം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. വലിയാണ് കേട്ടോ. കുട്ടികളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ചോക്ലേറ്റിൻ്റെ അവിടെ നിന്ന് പോകുകയില്ല, അവിടെ തന്നെ. പക്ഷെ കണ്ടോ, എല്ലാ സമയം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. എന്ത് ഭംഗിയാണ് നോക്കുക. എല്ലാം അവർ ചെയ്തിരിക്കുന്ന സെറ്റിങ്സാണ് കാണാൻ നമുക്ക് ഭയങ്കര ഭംഗിയാണ്. ഇതിങ്ങനെ ഓരോ ഫ്ലോറാണ് കേട്ടോ. നമുക്കത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ എടുത്ത് കണ്ടപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അറിയണില്ല. ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പോയി ഓരോ വീഡിയോ എടുക്കുകയാണ്. പക്ഷേ എല്ലാ വീഡിയോ കൂടി ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണിക്കാനേ പറ്റുന്നുള്ളൂ. ഇത് എത്രാമത്തെ ഫ്ലോറാണെന്ന് പറയാൻ പറ്റുന്നില്ല. അവിടെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് നമ്മളിതെല്ലാം കാണും. നമ്മൾ എന്തായാലും കയറി ചിലപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് തന്നെയാണല്ലോ പോവുക. അപ്പോൾ നമ്മൾ ഈ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സാധനങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം നമുക്ക് കാണാം. നമുക്ക് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഏകദേശം എല്ലാം നമുക്കറിയാം. നമുക്ക് എന്ത് സാധനം വേണോ അതവിടെ ഉണ്ടാവും. നമ്മൾ അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കാർഡ് ഉണ്ടാവുമല്ലോ, ആ മെനു കാർഡ് തരും. നമ്മൾ നോക്കിയിട്ട് വേണ്ടത് സെലക്ട് ചെയ്താൽ മതി. ഇത് ഫുഡിൻ്റെ സെറ്റാണ്. നമുക്ക് ഓരോന്നും പോയിട്ട് അതിൻ്റെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇതെന്താ സാധനം എന്ന് ചോദിക്കാം. അറിയണവർക്ക് പ്രശ്നമില്ല. നമുക്ക് അല്ലെങ്കിൽ അവിടെ പോയിട്ട് അത് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിൻ്റെ കാർഡും ഡീറ്റെയിലൊക്കെ തരും. നമ്മളത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെന്താ ഫുഡ് കാര്യങ്ങളെന്നൊക്കെ. നമ്മൾ ഫസ്റ്റ് ഇതെല്ലാം ഒന്ന് കറങ്ങി കണ്ടു. എന്നതിന് ശേഷം നമ്മൾ ഒരു ഐസ്ക്രീമാണ് എടുത്തത്. ഫസ്റ്റ് ഐസ്ക്രീം കഴിച്ചു. ഞാനും ഏട്ടനും മോനും മോളും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഒരു ഐസ്ക്രീം ബുക്ക് ചെയ്ത് ഐസ്ക്രീം കഴിച്ചു. ബാക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏതാണെന്നുള്ളതൊക്കെ. പക്ഷേ എല്ലാമൊന്നും കഴിക്കാൻ നമുക്കാവില്ല. എന്നാലും ആവണ കുറച്ച് വെറൈറ്റി ഐറ്റംസുകൾ നമ്മൾ ചൂട്ടുന്ന് വേണമെന്നതുകൊണ്ട് ഫസ്റ്റ് നമുക്കൊരു ഐസ്ക്രീം കഴിക്കണം തോന്നി. ഫസ്റ്റ് ഐസ്ക്രീം കഴിച്ചു. ഇതാണ് നമ്മുടെ നാട്ടിൻപുറത്ത് കിട്ടുന്ന സാധനം എല്ലാം ഉണ്ട് ഇവിടെ. പക്ഷേ എല്ലാം നമ്മൾ പുട്ടും കടല അങ്ങനെ ഐറ്റംസുകൾ, അപ്പം, പിന്നെ എന്താണ് എണ്ണക്കടികളില്ലേ, പഴംപൊരി അങ്ങനത്തെ സാധനങ്ങൾ, ബിരിയാണികൾ, പല വെറൈറ്റികളിലുള്ള ബിരിയാണികൾ, പിന്നെന്താ ഇന്നതൊന്നുമില്ല, എല്ലാ ഐറ്റംസിലും ഉണ്ട്. കണ്ടോ, ഇതെല്ലാം ബിരിയാണി അങ്ങനത്തെ എന്തോ ഐറ്റംസാണ് മൊത്തം. ഇപ്പുറത്തെ അതിൻ്റെ കാർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, നമുക്ക് നോക്കി വാങ്ങാം. നമ്മൾ പിന്നെ ഇതാ എടുത്തത്. ഇനി വലിയ സെറ്റ് ചെറിയ സെറ്റ് അങ്ങനെ എല്ലാം ഉണ്ട്. നമുക്ക് എത്രയാണ് നമ്മൾ അതിൻ്റെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ സെറ്റ് എടുത്തൊന്നു മാത്രം കേട്ടോ. കുഴപ്പമില്ല, എല്ലാം നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി. അതിന് ശേഷം അവിടെ വലിയൊരു ഇങ്ങനെ കാണാനൊരു ഇത്, അവിടെയൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഭംഗി കാണാം. ഇത് ഞങ്ങൾ മുകളിൽ നിന്ന് നോക്കിയതാണ് കേട്ടോ. മുകളിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അവിടെ തന്നെ ഇപ്പുറത്തെ സൈഡുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേമാതിരി വലിയ ഗ്ലാസ് ഉണ്ട്. അത് കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഭംഗിയുള്ള ആ ഒരു പ്ലേസാണ് കാണിക്കുന്നത് കേട്ടോ.
ഇത് കുട്ടികൾക്കൊക്കെ പറ്റിയ അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം. ഗെയിമാണ് ഇവിടെ മൊത്തം. ആ ഒരു ഗെയിമിൻ്റെ ഒരു ഇതാണ് കാണുന്നത് കേട്ടോ. ഞങ്ങളെല്ലാം ഇങ്ങനെ ഒന്ന് നടന്ന് കണ്ടു. പക്ഷേ ഇതിൽ നമ്മളൊന്നും നോക്കിയില്ല. എല്ലാം ഇങ്ങനെ നടന്നൊന്ന് കണ്ടു. പക്ഷെ നമുക്ക് ഗെയിം കളിക്കാം. എന്തോ ഒരു കാർഡ് ഉണ്ടെന്ന് തോന്നുന്നു. ആ കാർഡ് എടുത്ത് നമുക്ക് ഇതിലൊക്കെ ഗെയിം കളിക്കാം. അതിൽ പ്രൈസ് എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുട്ടികളവിടെ കളിക്കുന്നത് കണ്ടു കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽ ഞങ്ങൾ ചോദിച്ചില്ല. നമ്മുടെ ഈ സൈഡ് പാലക്കാട് ഈ ഭാഗത്തുള്ളവർക്കോ തൃശ്ശൂരുള്ളവർക്കോ പോയി കാണാൻ പറ്റിയ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഒത്തിരി 2-3 പ്രാവശ്യം മുമ്പൊക്കെ പോകണമെന്ന് വിചാരിച്ച സ്ഥലമായിരുന്നു. പക്ഷെ അന്നൊന്നും പോകാൻ നടന്നില്ല. ഇപ്പോഴാണ് അത് കഴിഞ്ഞത്. പക്ഷെ ഇപ്പം വിചാരിക്കണോ നേരത്തെ പോയി കാണേണ്ട ഒരു ഭംഗിയുള്ളൊരു നല്ലൊരു സ്ഥലമായിരുന്നു തോന്നുന്നു. ഇനി എന്തായാലും തൃശ്ശൂർ ആ വഴിക്ക് പോകണമെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ കയറും. നമുക്ക് ടൈം ഇല്ലെങ്കിലും നമ്മൾ ടൈം ഉണ്ടാക്കി നമ്മൾ കയറും. അത്രയും നല്ലൊരു സ്ഥലം. നമ്മൾ ഒന്നും കൂടി പോകുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി കൂടുതൽ അറിയാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്കൊരു പിന്നെ പരിചയം പറയാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞാനും ഏട്ടനും മോനും മോൾ തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞങ്ങളെല്ലാം പോയി കണ്ടു. ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഞങ്ങൾ വാങ്ങി കഴിച്ചു. അങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് വന്നു. ഗെയിം ഒന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ. അതെങ്ങനെയാണ് എന്താണെന്നൊന്നും ശ്രദ്ധിച്ചില്ല. ഇനി പൂപ്പ വേണം ഇതൊക്കെ ഒന്ന് നോക്കാൻ. ഏകദേശം എല്ലാവരും പോകണം കേട്ടോ. നമ്മുടെ അടുത്തുള്ളവരൊക്കെ പോയി കാണാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലം. നമ്മുടെ പാലക്കാടൊക്കെയാണ് വെച്ച് നമ്മൾ ഗുരുവായൂർ പോകുമല്ലോ. അപ്പോൾ ഗുരുവായൂരൊക്കെ പോയി വരുന്ന ടൈമിലായാലും കുറച്ച് ടൈം മതി. ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ അത്രയും കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. കുറച്ച് നമ്മൾ കണ്ടിട്ട് വരാമെന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ മുഴുവൻ കാണാതെ അവിടെ നിന്ന് വരികയില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മക്കൾ ആഗ്രഹിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഫുഡുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാം. എല്ലാം നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റിയ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം. ഞങ്ങളിങ്ങനെ ഇതെല്ലാം നടന്ന് കണ്ടു. അത്രേ തന്നെ ഉള്ളൂ കേട്ടോ. ഇത് വേറെ ഒന്നും ഇവിടെ നോക്കിയില്ല. മൊത്തം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റിയ എല്ലാ ഒരു ഇതാണ്. അങ്ങനെ നമുക്ക് ഒരു റൗണ്ട് മൊത്തമായിട്ട് ഇങ്ങനെ കറങ്ങും. പക്ഷേ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഉള്ളിൽ തിരക്കുള്ളത് കുട്ടികളാണ്. കുട്ടികൾക്കാണ് ഗെയിം കളിക്കാൻ നല്ല ഇൻട്രസ്റ്റാണ്. ഇതൊരു റോബോട്ട്. ഇതിൽ തുടരുതെന്നോ അങ്ങനെ എന്തോ നിർദ്ദേശം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്തിരി അകലെ ഗ്ലാസ് ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് നമുക്കിങ്ങനെ കാണാനേ പറ്റൂ. അത് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പറ്റുന്ന കാഴ്ചകൾ. ഉണ്ടോ നല്ല ഭംഗിയുള്ള സ്ഥലം. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങനെ നോക്കി നിന്നു. നമ്മൾ ആ സൈഡൊക്കെ നമുക്ക് ഇടയിൽ വന്നങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അല്ലേ നമ്മൾ വെളിയിൽ നിന്ന് നോക്കിയാൽ ആ കാണുന്ന ഒരു പ്ലേസാണ് ഈ കാണിക്കുന്നത്. ഇതാ പേര് എല്ലാം കാണിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഗാർഡൻ മാതിരി വെളിയിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വൃത്തിയാണ് എല്ലാവിടെയും. നല്ല വൃത്തിയായിരിക്കും. ഇത്രയും ആൾക്കാർ വന്ന് പോണ സ്ഥലമാണ് പറഞ്ഞിട്ട് ഒരു വൃത്തിയുടെ ഒന്നുമില്ല. ക്ലീനായി തുടച്ചടിച്ച് എല്ലാം നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും പോയി കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലം കേട്ടോ. ഇനി
നമുക്ക് സ്റ്റിച്ചിങ് ആയിരിക്കും ഇനി നമ്മുടെ വീഡിയോകൾ. നമ്മുടെ സന്തോഷങ്ങളും കൂടി ഇതിൽ കാണിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കാണിക്കണതാണ് കേട്ടോ. അപ്പം ഇനിയെല്ലാം നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങുമായിട്ട് നമ്മൾ ആ വീഡിയോകളായിരിക്കും ഇനി ഇടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ തുടർന്ന് കാണുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.